അപ്പോൾ ലോക്ക്ഡൗണിൻ്റെ ആ ടൈമിൽ നമ്മളിങ്ങനെ ഓരോന്ന് ചെയ്തിട്ട് അങ്ങനെ കിട്ടിയ സാധനങ്ങളായിട്ടൊക്കെ ചെയ്തിട്ടുള്ള വർക്കുകൾ. പിന്നെ അതിൻ്റെ മുൻ വലിയ ഒരാളെ അടുത്ത് പോയിട്ട് പഠിച്ചതല്ല, നമ്മൾ സ്വയം തോന്നിയിട്ട് അങ്ങനെ നമുക്കൊരു ഐഡിയ വരുമ്പോൾ നമ്മളെ ഫ്രീ ടൈമിലൊക്കെ ഫ്രീ ടൈമിന്, പിന്നെ ഫ്രീ ടൈം അല്ല ഫുൾ ടൈം ആയിട്ടും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എന്താ വർക്ക് ചെയ്തിരുന്നു? അന്ന് തേപ്പായിരുന്നു, പിന്നെ അത് ടൈലായി. ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. ഇപ്പൊ 2 വർഷമായിട്ട് ഒന്നും ചെയ്യുന്നില്ല. ഇപ്പൊ ചെറിയൊരു കട ഉണ്ട്, അതിൽ ഇങ്ങനെ ഇരിക്കാൻ മാത്രം. അപ്പൊ അങ്ങനെ ചെയ്യാനാണ്. അപ്പൊ അന്ന് മുതൽ ഫ്രീ ടൈമിന് അങ്ങനെയൊക്കെയാണ് ചെയ്യല്. ചിരട്ട മാത്രമല്ല, ഇതുണ്ട് വിളക്ക് ചിരട്ട തന്നെ ചെയ്തത് ഫുള്ള്. പിന്നെ ചിരട്ടയിട്ട് മാത്രമാണ്, അതില് വേറെ ഒരു സാധനം അതില് ആഡ് ചെയ്തിട്ടില്ല. പിന്നെ പറഞ്ഞാല് അതിന് വർക്ക് ഒരുപാട് വരുന്ന സംഭവമാണ്. ചിരട്ടകൾ ഒരുപാട് വരും. ഇപ്പൊ ഈ ടൈമിന് ചിരട്ടയിട്ട് ഉണ്ടാക്കണ വലിയ റിസ്ക് ആണ്, നല്ല വിലയാണ്, കിട്ടാനില്ല. പിന്നെ അന്ന് പറഞ്ഞാൽ അത്ര വില ഉണ്ടായിരുന്നില്ല ചിരട്ടയ്ക്ക്. ഇപ്പൊ നല്ല വില, അങ്ങനെയുള്ള ഒരു സംഭവമാണ്. അത് ഏറ്റവും വലിയ ഹൈറ്റും ഉള്ള സംഭവമാണ്. അത് ഏകദേശം എത്ര ദിവസം? 3 മാസം 3 മാസം വർക്ക് ചെയ്താണ്. അത് നല്ല വിളക്ക്, പോളിഷ് എല്ലാം കൂടി ഇങ്ങനെ നമ്മള് രാത്രിയൊക്കെ അടക്കം വർക്ക് ചെയ്തു. അത് പശ ഏതാണ് ഉപയോഗിക്കുക? അത് ഫ്ലക്സിക്ക് അങ്ങനെയുള്ള അതിന്റെ വുഡ് ഒട്ടിക്കുന്ന ഇതുണ്ട്, ഏതും ഉപയോഗിക്കാം. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ള വുഡില്, മരത്തിന്റെ ഇതിൽ ചെയ്തിട്ടുള്ള ഒരു വർക്കാണിത്. ഇത് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനമാണ്. കുറെ ടൈമും കുറെ ദിവസങ്ങളും പിടിച്ചിട്ട് ഉണ്ടാക്കിയൊരു വർക്കാണ്. നമ്മള് ഇങ്ങനെ ക്രോസ് ആയി പിടിക്കാൻ മൊത്തത്തിൽ ഇങ്ങനെ ഒറ്റ തടിയിൽ തീർത്ത തടി. അത് ഇത് മറ്റേ അക്കേഷ്യ പറഞ്ഞ മരത്തിന്റെയാണ്. 4-5 വർഷമായി ഇത് തുടങ്ങിയ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാക്കിയാണ്. ഇതുവരെ അതിനൊരു കേട്, ഒരു കുത്തോ ഒന്നും വന്നില്ല. അപ്പോ അങ്ങനെയുള്ളൊരു സംഭവമാണ്. ഒറ്റ തടിയിൽ ഉണ്ടാക്കിയാണ്. പിന്നെ വുഡില് തീർത്ത ഒരു സംഭവമാണ് ഇത്, ഒരു സ്പ്രിങ്. അങ്ങനെ ഒരു ഐഡിയ വന്നപ്പോ സ്പ്രിങ് ആക്കി മാറ്റി, അത്രേ ഉള്ളൂ. അതിന്റെ അങ്ങനെ ഒറ്റ തടിയിൽ അങ്ങനെ അടിച്ച്. റൗണ്ട് നമ്മള് കട്ടർ ഉപയോഗിക്കും, പിന്നെ കയ്യേറ്റ് ഉളി അങ്ങനെയുള്ള സാധനങ്ങളായിട്ട് ഉപയോഗിച്ചിട്ട് അങ്ങനെ പോളിഷ് ചെയ്തിട്ട് വയ്ക്കണം. നമ്മള് ഇങ്ങനെ ഡൈനിങ് ഹാളില്, അതേമാതിരി ഓഫീസിൽ ഒക്കെ വെക്കാൻ പറ്റിയൊരു മെമന്റോ അതും ആയിട്ട് ഉപയോഗിക്കാം. വർക്ക് കുറച്ച് വന്നിട്ടുണ്ടാവും. ഫസ്റ്റത്തെ വണ്ണല്ലല്ലോ ലാസ്റ്റിക്ക് കുറഞ്ഞു വരില്ലേ? വർക്ക് വരും, അത് നോക്കിട്ടല്ല നമ്മള് ഉള്ളത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാം. പിന്നെ ഒരു പീസാണിത്. ഇത് വുഡിൽ ഈ വർക്കും കൂടി ഉള്ളു. 3 ഐറ്റംസ് ഉള്ളു വുഡിൽ തീർത്തിട്ട്. ഇത് മെമന്റോ ആണ്. ഇതിപ്പോ നിങ്ങൾക്ക് കണ്ടറിയും ഇതില് എന്താണ് സംഭവം എന്നുള്ളത്. അങ്ങനത്തെ ഒരു മെമന്റോ ആയിട്ടാണ് ഉണ്ടാക്കിയത്. അങ്ങനെ ഒരു ഐഡിയ വന്നപ്പോ അങ്ങനെ ഉണ്ടാക്കി വെച്ചു. അതായത് ലവ് ബേർഡ്സ് ഇതിന്റെ പരിചയപ്പെടുത്താനുള്ള ഇതാ ജഗ്ഗാണ്. ഒറ്റ ചിരട്ടയായിട്ട് ജഗ്ഗാണ്. നമുക്ക് ഉപയോഗിക്കാം, വീട്ടിൽ ഉപയോഗിക്കാം, ഫംഗ്ഷൻ ഒരു നല്ലൊരു. പിന്നെ ഒന്ന് തവള ഉണ്ട്. ഇത് ഫുള്ള് ചിരട്ടയാണ്. ഇതില് വേറെ ഒരു ഇതില്ല, പെയിന്റ് അടിച്ചു. ഒന്നിനൊരാൾ സഹായമില്ല, ആരും സഹായമൊന്നുമില്ല. പിന്നെ ബാക്കിയുള്ള സപ്പോർട്ടൊക്കെ ഉണ്ട്. പിന്നെ അത് ഇതാ ഇങ്ങനെ താമര, ഒരൊറ്റ സെറ്റാണിത്. ഇതൊക്കെ അധികം കുറച്ച് വലിപ്പമുള്ള ഇത്. ഇത് ആണ്. പിന്നെ അത് സോപ്പ് ഡിഷ്, സോപ്പ് വെക്കാം. ഇതിൽ വെച്ച് കഴിഞ്ഞാൽ വെള്ളം അധികം കേട് വരില്ല. പിന്നെ ഇതൊക്കെ നമ്മള് മറ്റേ ടീപ്പോയി അങ്ങനെയുള്ളതിലൊക്കെ വെക്കാം സ്റ്റൈലിന്. ലൈറ്റ് കത്തിക്കാം. പിന്നെ അത് ഒരു സർപ്പം, ഇതൊക്കെ ഒറ്റ ചിരട്ടയില്. ഇതൊക്കെ ഒരൊറ്റ ചിരട്ടയില് ഇവിടുന്നാണ്ട് മാത്രമേ ജോയിന്റ് ഉള്ളൂ. ചിരട്ടയില് എല്ലാം ഉണ്ടാണ്. ഒറിജിനൽ ഇത് കിട്ടും. പിന്നെ ഇതൊരു ലൈറ്റാണ്. ഇത് നമ്മള് പിന്നെ വീട്ടില്
ഇതിന്റെ മേശമേലൊക്കെ വെക്കാം. ലൈറ്റ് ഇട്ടാൽ കത്തും. ഇനിയിപ്പോൾ ലൈറ്റ് ഇട്ട് വേണമെങ്കിൽ കത്തിച്ച് കാണിച്ചത് നല്ല രാത്രി ആകുമ്പോൾ നല്ല ഇതുണ്ടാവും. ഇതിന്റെ ഓരോ വർക്ക് അങ്ങനെയാണ്. രാത്രി കത്തിച്ചാൽ നല്ല റിഫ്ലക്ഷൻ ചുമരുമിലേക്ക് ഇങ്ങനെ അങ്ങനത്തെ ഒരു സംഭവമാണ്. ഇത് ഒരു ചിരട്ടയിൽ ചെയ്തത്. ഇത് ഒരൊറ്റ ചിരട്ട. അതിന്റെ വേറെ അവിടുന്ന് തന്നെ കട്ട് ചെയ്ത സാധനങ്ങളായിട്ടാണ് ഒരൊറ്റ ചിരട്ടയാണ്. ഇത് ഒറ്റ ചിരട്ട, വലിയ ചിരട്ടയാണ്. പിന്നെ അതാ അതിന്റെ വേറൊരു ടൈപ്പാണ്. വേറെ ടൈപ്പ്. പിന്നെ അത് കുട്ടികൾക്കൊക്കെ നല്ലതാ. ശരിച്ചിട്ട് ഇതാക്കാം. അങ്ങനെ ഒരു കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കേട്ട. പിന്നെ ഇങ്ങനത്തെ ഇത് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒഴിച്ചിട്ട് ഉപയോഗിക്കാം. അങ്ങനെയുള്ള കാര്യമാണ്. പിന്നെ നമ്മള് സാധനങ്ങളൊക്കെ കൊടുക്കാൻ അച്ചാറ് ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ വീട്ടില് ടേബിളിലൊക്കെ വെച്ചാൽ അതിൻ്റെ വെച്ചാൽ അതിന് വെക്കാം. പിന്നെ അതിന്റെ ഒരു വേറെ പതിപ്പ് ഒരു ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് ഐറ്റംസ് ഉപയോഗിക്കാം. അതൊക്കെ ഭക്ഷണമായിട്ട് ഉപയോഗിക്കാം. നാച്ചുറൽ ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇത് കണ്ട ഒരു കപ്പാണ്. ഇതിന് നമ്മള് സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഇതിങ്ങനെ അടയ്ക്കാം. ഒറ്റ പീസ് ഇട്ട് ഉണ്ടാക്കുന്നതാണ്. പിന്നെ അങ്ങനത്തെ അതിന്റെ വേറൊരു സംഭവം. പിന്നെ ഇതൊരു മരത്തിന്റെ കൊണ്ട് സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മരമാണ്. ഇത് മരമാണ്. ഇത് പിന്നെ അങ്ങനത്തെ ഒരു വേറൊരു ജഗ്. പിന്നെ ഇത് പറഞ്ഞാൽ ഒരു ജീവിയുടെ ഇതാണ്. ഈ ഉറുമ്പിനെ തിന്നുന്നത്, ഉറുമ്പ് തീനൊക്കെ അങ്ങനത്തെ ഒരു സാധനം. പിന്നെ ഇതൊക്കെ ലൈറ്റാണ്. ഇതില് ലൈറ്റ് ബൾബ് ഇട്ടിട്ട് നമ്മള് കെട്ടി തൂക്കിട്ട് അപ്പൊ ലൈറ്റ് അതിനൊക്കെ വെക്കാനുള്ള പേനകള് വെക്കാം. പിന്നെ അതിന് വേറെ ടൈപ്പ് പാത്രം. പിന്നെ ഇതൊക്കെ ലൈറ്റാണ്. ഇത് കുത്തിയാല് ഇതിങ്ങനെ കണ്ട ഇതിന്റെ ഉള്ളിൽ കൂടി അതിലൊരു അയ്യപ്പന്റെ പ്രതിമ ഇതുണ്ട് ഇതില്. അതിന്റെ ലൈറ്റ് അതൊക്കെ അത് കണ്ട മൊത്തത്തില് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ കൂടെ ലൈറ്റ് ഇട്ടത് ഇങ്ങനെ ഇറങ്ങിയേക്കാം. രാത്രിയിലാണ് ക്ലിയർ ആയിട്ട് കാണുള്ളൂ.